ഈ എങ്ങനെയാണ് ഈ എഴുതാനുള്ള സാധനം വരണമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? അതായത് ഈ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് പോലെ ഡിസർവ് ചെയ്യുന്ന ആത്മാക്കളിലേക്ക്, സോളിലേക്ക് ഈ ബുക്ക് എത്തുക എന്നുള്ളതാണ്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ത്യാഗമാണ്. ശരിയാ. ത്യാഗം എളുപ്പമുള്ള കാര്യമല്ല, ത്യജിക്കലാണ് ഏറ്റവും വിഷമമുള്ളത്. ഇതൊരു ഡിവൈൻ എനർജിയുടെ ഒരു ബുക്കാണ് ഗുരുജി. ഈ ബുക്ക് ഒരാൾ എന്നെ വിശ്വസിച്ച് മേടിച്ച് വായിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ അവർ സ്പെൻഡ് ചെയ്യുന്ന പേയ്മെന്റ് ഞാൻ തിരിച്ചു കൊടുക്കും. ഇത്രയും ക്ലാരിറ്റി വന്ന ഒരു വ്യക്തിക്ക് ഇനിയൊരു ബുക്ക് എഴുതാൻ തോന്നുന്നുണ്ടോ? പൂർണ്ണമായിട്ട് ഒരു ഈഗോയും ഇല്ലാതെ, ഒരു ജലസ്യവും ഇല്ലാതെ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട്. ഇത്രയും ലോകമൊക്കെ ട്രാവൽ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് മലയാളം തന്നെ ചൂസ് ചെയ്തത്? എനിക്ക് ആദ്യം എൻ്റെ മദർ ടങ്ങിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു, എൻ്റെ മലയാളി ഓഡിയൻസിലേക്ക്. അല്ലെങ്കിൽ എൻ്റെ അമ്മ, ആ വ്യക്തി പുലർത്തുന്ന ധർമ്മവും മൂല്യവും ഈ ബുക്കിൽ ഉണ്ടാകുമെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആദ്യത്തെ ഒരു പേജിൽ ഇത് കാണുന്ന ഓരോരുത്തർ വെറുതെ ഒരു ബുക്ക് വായിക്കുകയല്ല, ഇനി നമ്മുടെ സമൂഹത്തിൽ ബുക്ക് എഴുത്തുകാർ കണ്ടമാനമുണ്ട്. അതെ, അതൊരു ബിസിനസ്സാണ്. അതെ അതെ അതെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്പർശിച്ചെഴുതുന്ന സാധനങ്ങൾ. അതെ. പ്രദീപ് ജി നമസ്തേ. നമസ്തേ. എന്നെ ഇന്റർവ്യൂവിനാണ് വിളിച്ചത്. നമ്മുടെ രണ്ടുപേരുടെയും കയ്യിലൊരു സമാനതകളുള്ള സാധനം ഇരിക്കുകയാണ്. അതെ അതെ. ഇവിടെ പ്രകൃതി എൻ്റെ കയ്യിൽ അവിടെ വെച്ച് കോൺക്ലേവിൻ്റെ സമയത്ത് തന്നുവെങ്കിലും എനിക്കത് ഞാൻ വായിച്ചില്ല. കാരണം എൻ്റെ കയ്യിൽ അന്നത്തെ ദിവസം കിട്ടിയൊരു 4ഓളം പുസ്തകം ഇരിപ്പുണ്ട്. കണ്ടിന്യൂസ് യാത്രയായതുകൊണ്ട് ഞാൻ വായിച്ചില്ല. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് ഈ ബുക്ക് തന്നിട്ട് ഈ ബുക്കിൻ്റെ അഭിപ്രായം എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ആദ്യത്തെ 2 പേജ് വായിച്ചു. എനിക്ക് ആ ബുക്ക് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ഫീലിംഗ് പറയാണ്, ഇത് നിങ്ങളെ കാണാതെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എൻഹാൻസ് ചെയ്യും. കാരണം നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ, ഈ വ്യക്തി എന്താണെന്നുള്ളത് വാക്കുകൾ വച്ചിട്ട് നല്ല രസകരമായിട്ട് എഴുതിയേക്കണമെന്നുള്ളതല്ല, പ്രകൃതിയും പ്രപഞ്ചവും ജീവിത ലക്ഷ്യങ്ങളൊക്കെ ഇതിനകത്ത് ചെറുതായിട്ട് തൊട്ട് തലോടി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ ഈ ആത്മീയതയും ഇങ്ങനൊരു ബുക്കിലേക്ക് എത്താനുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് പറയാമോ? ഗുരുജി, അതായത് നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഉപാസനയും ജപവും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഒന്നിനൊരു പെർഫെക്ഷൻ ഇല്ല എന്നുള്ളതായിരുന്നു. അതായത് പൂർണ്ണതയിൽ, ഇപ്പോഴും പൂർണ്ണതയിൽ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഏതൊക്കെയോ സമയത്ത് ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അടി കിട്ടുമ്പോഴാണല്ലോ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു അടി കിട്ടി, തിരിഞ്ഞു നോട്ടം ഉണ്ടായി. അതിനുശേഷം മുതൽ എല്ലാം പ്രോപ്പർ പഞ്ച്വാലിറ്റിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്ന് എനിക്കത് മനസ്സിലായി, സൃഷ്ടി എന്താണ്, നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് കാണുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആവശ്യം. അപ്പം അറിഞ്ഞോ അറിയാതെ പ്രപഞ്ചം എന്നെ അതിലെത്തിച്ചു. ഇത് ഞാൻ എഴുതിയ ബുക്കാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇത്രയും നന്നായിട്ട് എഴുതുമെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. ആ ടെക്സ്റ്റ് എനിക്ക് ഓർമ്മയിൽ വരുന്ന സമയങ്ങളിൽ, ജപം കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ ഉപാസന കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തോ കിട്ടുന്ന കണ്ടന്റിനെ ഞാൻ ടീമിന് ഹാൻഡ് ഓവർ ചെയ്തു, എഴുതി വെച്ചു. അപ്പം ഞാൻ ഇതിനോട് ചേർന്നൊരു ചോദ്യം ചോദിക്കുക. തീർച്ചയായിട്ടും. ഈ എങ്ങനെയാണ് ഈ എഴുതാനുള്ള സാധനം വരണമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചായിരുന്നു. അതായത് എനിക്ക് കിട്ടാത്ത ആൻസറിനെ ഞാൻ പ്രകൃതിയോട് ചോദിക്കാറുണ്ടായിരുന്നു. ഒരു സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് എൻ്റെ റാഷണൽ നീഡ്സും ആസ്പിറേഷണൽ നീഡ്സും ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഭഗവാനെ എനിക്ക് അത് കിട്ടണേ, ഇത് കിട്ടണേ, നമ്മൾ നോർമലി ആസ് എ കോമൺ മാൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ അറിയില്ല. പിന്നെ ഗുരു പറയുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് എപ്പോഴും ഒരു റിജക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കി തുടങ്ങുന്ന സമയങ്ങളിലാണ് നമുക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങുന്നത്. പൂർണ്ണമായിട്ട് ഒരു ഈഗോയും ഇല്ലാതെ, ഒരു ജലസ്യവും ഇല്ലാതെ ഇതാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ചില കാര്യങ്ങൾ ചോദിക്കും. നാളെ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു, നടക്കണോ വേണോ വേണ്ടയോ, പല ക്വസ്റ്റ്യൻസും പ്രപഞ്ചത്തിനോട് ചോദിക്കും. അപ്പോൾ പ്രപഞ്ചം ഒരിക്കലും നമ്മളോട് പറയുന്നില്ല, പല ഇൻഡിക്കേഷൻസ് തരും. ആ ഇൻഡിക്കേഷൻസ് മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിലെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കിയൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെറുതെയാണ്. നെക്സ്റ്റ് ഡേ വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും അങ്ങനെയായി. അങ്ങനെ ജീവിതത്തിനകത്ത് പല സംഭവങ്ങളും. ഒരു ബിസിനസ് എനിക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നൊരു സംഭവം ഉണ്ടായി. അത് ഞാനായിട്ട് ഈ സ്പിരിച്വൽ തലത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഒരു ബിസിനസ് എനിക്ക് ഉണ്ടായിട്ടും വേണ്ട എന്ന് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. ഞാൻ പ്രപഞ്ചത്തിനോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. വ്യക്തമായ ആൻസർ ഇല്ല, എനിക്ക് ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്ന വേണ്ട എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ വരുന്നില്ല, അമ്പലത്തിലിരിക്കുന്ന ചൈതന്യത്തിന്, എൻ്റെ ചൈതന്യത്തിന് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സാധാരണപ്പെട്ട വ്യക്തി ആണ് ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ചൈതന്യത്തിനെ കൂട്ടും? ജപവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എൻ്റെ ചൈതന്യം എത്ര വരുമെന്നോ എനിക്ക് മനസ്സിലാവണ്ടേ. അപ്പം ഞാൻ അമ്പലത്തിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു ഇൻഡിക്കേഷൻ തരണം. പക്ഷെ അതുപോലെ ബിസിനസ് വേണ്ട എന്നുള്ള ഇൻഡിക്കേഷൻ തന്നു.
വേദനയോടെ ആ ബിസിനസ് മാറ്റി. പക്ഷെ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് പോലെ കുറേ നല്ല നിയോഗങ്ങളും കുറേ നല്ല സംഭവങ്ങളും വന്നു. പ്രപഞ്ചവുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണെന്നത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. ഇതാണ് ത്യാഗം എന്ന് ബോധ്യപ്പെട്ടു. ഇതാണ് നമുക്ക് പ്രപഞ്ചം ആൻസർ തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അറിയാന്നുണ്ടെങ്കിൽ പറയാനുള്ള ഇല്ല, എനിക്ക് എൻ്റെ അറിവിൽ അറിയാം. പക്ഷെ പറഞ്ഞോ. അതായത് ഞാനിപ്പോൾ ഒരു സംഭവം ചോദിക്കുമ്പോൾ എനിക്കവിടെ ഒന്നുകിൽ ഒരു മെസ്സേജ് ആയിട്ടോ, അല്ലെങ്കിൽ സംഭാഷണമായിട്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോൺ കോളായിട്ടോ, അല്ലെങ്കിൽ ആരുടെയും എങ്കിലും ഒരു അംഗചലനങ്ങളായിട്ടോ, അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ മനസ്സിലാക്കിയെടുക്കും. എന്നാൽ ഇത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം, കേൾക്കുന്ന എല്ലാവർക്കും ഗുണപ്പെടും. ഓക്കെ. നമ്മൾ ഒരു സാധനം അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കണം. അതെ, ഇല്ലേ? അതെ. ഒരു സ്ഥലത്ത് വച്ചിട്ട് ഇരിക്കലില്ല. അതെ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ശരി. നിങ്ങൾ പറഞ്ഞു സാധനമാണ്. അതെ. സാധനയ്ക്ക് ഇരുന്നേ പറ്റുള്ളൂ. അതെ, ഇല്ലേ? അതെ, അതെ. ഇപ്പം നിങ്ങൾ അന്വേഷിച്ച് ദേവാലയം വഴി പോവല്ല. അതെ. ഇപ്പം കയ്യിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചേക്കാന്ന് വെച്ചു, ആ വെള്ളം കൈ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് നമ്മൾ അതിനകത്ത് നോക്കിയാൽ നമുക്ക് ആകാശം കാണാൻ പറ്റില്ല. അതെ. അതൊരു സ്ഥലത്തങ്ങ് വയ്ക്കുമ്പോൾ നിങ്ങൾ ഇരിക്കണമല്ലോ. അതെ. ഇരുന്നു. ആ വെള്ളം ശാന്തമായാൽ പ്രപഞ്ചം അതിൽ റിഫ്ലക്റ്റ് ആവും. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ സാധന ചെയ്ത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ത്യാഗമാണ്. ശരിയാ. ത്യാഗം എളുപ്പമുള്ള കാര്യമല്ല. ത്യജിക്കലാണ് ഏറ്റവും വിഷമമുള്ളത്. അപ്പം ത്യാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദുഃഖമുണ്ടായി. ശരിയാ. ദുഃഖത്തിൻ്റെ അടുത്ത തല എന്താ? ദുഃഖം വന്നാൽ അപ്പം നമ്മളെ ആശ്വസിപ്പിക്കാൻ ആൾ വരും. ശരിയാ. അപ്പം നിങ്ങളുടെ സാധന വന്നപ്പോൾ നിങ്ങളെ ദൈവം കടാക്ഷിക്കാൻ തുടങ്ങി. പ്രത്യക്ഷത്തിൽ വന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ അനുഗ്രഹം പോലെ അല്ലെങ്കിൽ എൻലൈറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാനീ പറയുന്ന പോലെ ബ്രഹ്മജ്ഞാനമായിട്ട് വെളിപ്പെടാത്തതിന് കാരണം നിങ്ങൾ ആ സാധനയുടെ അടുത്ത തലത്തിലേക്ക് പോയില്ല. അത്രേ ഉള്ളൂ. ശരിയാ, ശരിയാ. നിങ്ങൾ ഈ ബുക്കിൽ ആ ആമുഖം എഴുതിയപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയത് ഞാൻ ചോദിച്ചു. അപ്പം ഇത്രയും ക്ലാരിറ്റി വന്ന ഒരു വ്യക്തിക്ക് ഇനിയൊരു ബുക്ക് എഴുതാൻ തോന്നുന്നുണ്ടോ? ഇനിയൊരു അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ ഞാനൊരിക്കലും ബുക്ക് എഴുതി അത് വെക്കുക എന്നുള്ള സംഭവത്തിലല്ല. ഈ പറയുന്ന ബുക്കിൻ്റെ എഡിഷൻസ് പോലും വളരെ ലിമിറ്റഡ് നമ്പേഴ്സായിട്ടാണ് ഇറക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് പോലെ ഡിസർവ് ചെയ്യുന്ന ആത്മാക്കളിലേക്ക്, സോളിലേക്ക് ഈ ബുക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയും അല്ലെങ്കിൽ ഒരാളുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഒരു പ്രകൃതിയും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വളരെ കൃത്യമായി മനസ്സിലാവും. അപ്പം അമ്മയാകാം, മകളാകാം, ഭാര്യയാകാം, സുഹൃത്താകാം, പല വികാരങ്ങളോടെയാണ് നമ്മൾ ആൾക്കാരെ കാണുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് സൃഷ്ടി എന്താണെന്നുള്ളതിൻ്റെ ഒരു അടുത്ത തലം ഞാനൊരു ഹെർബിയൻ യുഗം മുതൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണോ ഞാൻ റെഫറൻസ് എടുത്തിട്ടുള്ള റെഫറൻസ് വ്യക്തമായി ഞാൻ ആ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബുക്ക് വേണോ എന്നുള്ള ചോദ്യത്തിന് ഇത് കഴിയുമ്പോൾ പ്രപഞ്ചം എന്താണോ ഒരു ഇൻഡിക്കേഷൻ തരുന്നത് അതനുസരിച്ച് പോകാന്നുള്ളതാണ്. ഇത്രയും ലോകമൊക്കെ ട്രാവൽ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് മലയാളം തന്നെ ചൂസ് ചെയ്തത്? എനിക്ക് ആദ്യം എൻ്റെ മദർ ടങ്ങിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു. എൻ്റെ മലയാളി ഓഡിയൻസിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അപ്പോൾ ഞാനിത് പ്രകൃതി എന്ന് കൊടുത്തേക്കുന്നതിൽ സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീ അമ്മയായിട്ടാണ് അവിടെ ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഒരു പുരുഷനേക്കാളും ഏറ്റവും കൂടുതൽ ക്യാപ്പബിലിറ്റിയും കോമ്പറ്റൻസസും കപ്പാസിറ്റിയും എല്ലാ രീതിയിലും ക്ഷമയും കൂടുതലുള്ള സ്ത്രീക്ക് തന്നെയാണ്. മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ത്രീയാണ്. അമ്മ കൊച്ചിലെ മുതലേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ശകാരിക്കും, വീട്ടുകാര്യങ്ങൾ നോക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, പക്ഷേ എല്ലാ കാര്യങ്ങളും ആപ്റ്റായിരിക്കും. നമ്മൾ ഒരു ദിവസം സ്കെഡ്യൂൾഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം എത്ര കാര്യം ചെയ്യും. സോ അപ്പോൾ അമ്മയ്ക്ക് സമർപ്പണമായിട്ടും എൻ്റെ ഗുരുനാഥന് സമർപ്പണമായിട്ടുമാണ് ഞാനിതിനെ കണ്ടത്. അപ്പോൾ അമ്മ വായിക്കണമെങ്കിൽ മലയാളമായിരിക്കണം എന്നുള്ളതായിരുന്നു. അടുത്ത ബുക്ക് ഉറപ്പായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും എഴുതുകയാണെങ്കിൽ. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ബുക്കിനെ സജസ്റ്റ് ചെയ്തത് വായിച്ചിട്ടല്ല, എനിക്ക് വ്യക്തിയാണ് പരിചയമുള്ളൂ. ആ വ്യക്തി പുലർത്തുന്ന ധർമ്മവും മൂല്യവും ഈ ബുക്കിലുണ്ടാകുമെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആദ്യത്തെ ഒരു പേജിൽ ഞാൻ എൻ്റെ അറിവിൽ നിന്നിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ആൻസറാണ് എനിക്ക് കിട്ടിയത്. ആ മൂല്യങ്ങളെല്ലാം ഇതിലുണ്ടായിരിക്കും. ഈ ബുക്കിനകത്ത് ധർമ്മമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ധർമ്മം നിങ്ങളിലൊക്കെ റിഫ്ലക്റ്റ് ആവും. ഇത് കാണുന്ന ഓരോരുത്തർ വെറുതെ ഒരു ബുക്ക് വായിക്കുകയല്ല, ഇനി നമ്മുടെ സമൂഹത്തിൽ ബുക്ക് എഴുത്തുകാർ കണ്ടമാനമുണ്ട്. അതെ, അതൊരു ബിസിനസ്സാണ്. അതെ അതെ അതെ. പക്ഷെ ഉള്ളിൽ നിന്ന് സ്പർശിച്ചെഴുതുന്ന സാധനങ്ങൾ വായിക്കുന്നവരിൽ അതേ റിഫ്ലക്ഷൻ ഉണ്ടാക്കും. അതെ. വായന എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് വായന ഇൻവോൾവ് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒത്തിരി വായിക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ വായിച്ച് മനനം ചെയ്ത് അതിൻ്റെ ആ ബുക്കിനകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമെങ്കിൽ നമ്മളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ബുക്കായി മാറട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. പ്രകൃതിയിലൂടെ നിങ്ങളുടെ ജീവിതം
നന്നാക്കി എടുക്കുക. എനിക്കതേ പറയാനുള്ളൂ. സന്തോഷം. ഇതൊരു ഡിവൈൻ എനർജിയുടെ ഒരു ബുക്കാണ് ഗുരുജി. ഈ ബുക്ക് ഒരാൾ എന്നെ വിശ്വസിച്ച് മേടിച്ച് വായിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ അവർ സ്പെൻഡ് ചെയ്യുന്ന പേയ്മെൻറ്റ് ഞാൻ തിരിച്ചു കൊടുക്കും. 100% ഞാനത് അഷ്വറൻസോട് കൂടി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അന്നത്തെ ദിവസം എൻ്റെ ബുക്ക് എൻ്റെ ആദ്യത്തെ ബുക്കാണ്. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം ഗുരുജിയുടെ പ്രസൻസിൽ ഞാൻ തസ്മൈ ഗുരുജിയെ കാണുന്ന ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടാണ്. അപ്പോൾ ചിലപ്പം ബ്രഹ്മജ്ഞാനിയായിരിക്കാം, ചിലപ്പോൾ അവധൂതനായിരിക്കാം, പല പല ഡയമെൻഷൻസിലാണ് ഞാൻ ഗുരുജിയെ കാണുന്നത്. ഞാൻ എൻ്റെ ഇന്ന് വരെയുള്ള ലൈഫിനകത്ത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും എൻലൈറ്റ്മെൻ്റ് ആയതും ആകാത്തവരും ജെന്യൂനായിട്ട് നിൽക്കുന്നവരും അല്ലാത്തവരും ഒരുപാട് ഗുരുക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് എൻ്റെ ഈ ജന്മത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിൻ്റെ പ്രസൻസിൽ, ആ ഒരു വേദിയിൽ നിന്ന് ഗുരുവിൻ്റെ ബുക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ബുക്കൂടെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ പുണ്യമായി കാണുന്നു. അതും ഇതിൽ ഏറ്റവും വലിയ അട്രാക്റ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും വൗ ഫാക്ടർ ആയിരിക്കും, എനിക്ക് വൗ ഫാക്ടർ അല്ല. കാരണം ഒരു കൊച്ചുകുട്ടി എഴുതിയ ബുക്ക് എന്നാണ് പറയുന്നത്, 8 വയസ്സുള്ള കൊച്ചുകുട്ടി എഴുതിയ ബുക്ക്. അപ്പോൾ ഈ അസ്ട്രൽ ട്രാവൽ, ഞാനൊരു 3 പ്രാവശ്യം അസ്ട്രൽ ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിനകത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് പേടിയുണ്ടായിരുന്നത്, വേണോ വേണ്ടയോ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു അസ്ട്രൽ ട്രാവൽ ചെയ്തിട്ടുള്ളൊരു കുട്ടി ചെയ്ത ബുക്കാണെങ്കിൽ ഇതുപോലെ ഒരു 1000 വിത്ത് തസ്മൈ ഗുരുജി പാകിയിട്ടുണ്ടാവും. അതിൽ ഒരു വിത്ത് മാത്രമാണിത്. ഇതുപോലെ ഒരുപാട് ബുക്കുകൾ എഴുതാൻ ഒരുപാട് ശിഷ്യന്മാർക്ക് പറ്റട്ടെ. ഇതും എല്ലാവരും മേടിച്ച് വായിക്കണം എന്നാണ് പേഴ്സണലി എനിക്ക് പറയുന്നത്. ഞാൻ 2 പേജ് ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. 3 പേജ് ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ വായിക്കും. എല്ലാവരും മേടിച്ച് വായിച്ചിട്ട് ഈ പറയുന്ന കൊച്ചുകുട്ടിയെ എപ്പോഴും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്. നന്ദി, നമസ്കാരം. സന്തോഷം. സന്തോഷം.